dear friends, welcome back to my channel. അപ്പോൾ ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളി ഒന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഉള്ളി കൂടുതൽ എടുക്കരുത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും വലിയ ജീരകം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കിഴങ്ങ്, ചെറിയ 2 കിഴങ്ങ് വലുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും ബീൻസും ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി മുറിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ക്യാരറ്റും മല്ലിയില, പുതിനയിലൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കോളിഫ്ലവർ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കട്ടോ. അപ്പോൾ ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കുക. 1.5 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കട്ടോ കോളിഫ്ലവർ. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഒരു 2.5 ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ ഒന്നും കൂടിപ്പോവൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ ഇട്ടതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ എന്നിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം കൂടി പോവണ്ട. ഇത് കുറച്ച് കട്ടിയിലുള്ള ബാറ്ററാണ് കേട്ടോ റെഡിയാക്കേണ്ടത്. എന്നാലേ ആ കോളിഫ്ലവറിലൊക്കെ ഒന്ന് പിടിച്ചിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലൂസായാൽ ഫ്ലവറുമെന്നും പിടിച്ചിരിക്കില്ല മസാല. അപ്പോൾ ഇത് കോളിഫ്ലവറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ചൂടായി വന്നപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണയിൽ തന്നെയാണ് മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എണ്ണ ഒഴിക്കുമ്പോൾ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഓയിൽ വെറുതെ വേസ്റ്റ് ആവും. ഇനി നമുക്കിതിലേക്ക് ഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കോട്ടിങ് കൊടുത്ത കോൺഫ്ലവറൊക്കെ അല്ലേ, അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു സൈഡ് ആയപ്പോൾ മറ്റേ സൈഡും മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ കോളിഫ്ലവറൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെയാണ് ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. വല്ലാണ്ട് മൂക്കൊന്നും വേണ്ട കേട്ടോ. ഉള്ളി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും വലിയ ജീരകം കൂടെ ചതച്ചതില്ല അതൊരു 2.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറുവോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞാലും കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. തക്കാളി മുഴുവനായിട്ട് വേവാൻ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാണ് വാടി കിട്ടും തക്കാളി. അപ്പോൾ ഒന്ന് അടച്ച് വെക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം കേട്ടോ. ഗ്രീൻ പീസും അതുപോലെ തന്നെ സോയാബീനും ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ഇപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലിപ്പോൾ കിഴങ്ങും എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. എല്ലാ വെജിറ്റബിൾസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കിഴങ്ങൊന്നും ഉടഞ്ഞു പോകരുത് കേട്ടോ. ആ രീതിയിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക.
അപ്പോൾ ഇത് ഒരു പകുതി വേവായപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാപ്സിക്കല്ലേ അതും മല്ലിയിലും പുതിനയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുവോളം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് അധികം പുളിയില്ലാത്ത തൈരില്ലേ അത് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസിനുള്ള കണക്കാണ് പറയുന്നത്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല, ഇന്ന് പകുതി ഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പകുതി ലാസ്റ്റ് നമുക്ക് ചോറിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ പകുതി ഫ്ലവർ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് ഞാൻ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസിന് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മസാലയ്ക്കും അതിൻ്റെ ചോറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആരും ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അധികം ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതേ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തീ കൂട്ടി വെച്ചിട്ട് തിളപ്പിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചോറ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് സായി ജീരകവും അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെ എല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കുക. അപ്പോൾ ബസ്മതി റൈസ് ഞാൻ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അരി 3/4 ഭാഗം ഒന്ന് വേവണം. ഒരു 1.5 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നെയ്യിൽ ഈ സ്പൈസസും അതുപോലെ തന്നെ ക്യാരറ്റും മല്ലിയിലും പുതിനയിലും കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തെടുക്കുക. പിന്നെ ഇതാ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ചോറിൻ്റെ അളവ് നല്ല കറക്റ്റായിരിക്കണം കേട്ടോ, എന്നാലും ഇങ്ങനെ വിട്ടിട്ടുള്ള ചോറ് കിട്ടുള്ളൂ. അളവ് വേവ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ കട്ട കുത്തിയിട്ടേക്കാരം ചോറൊക്കെ, പിന്നെ കഴിക്കാനും അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തില്ലേ ക്യാരറ്റും അതുപോലെ തന്നെ മല്ലിയിലും പുതിനയിലും സ്പൈസസൊക്കെ വലിയ ജീരകവും എല്ലാം കൂടെ നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്ത് ഈ ചോറിൻ്റെ മുകളിൽ അതൊന്ന് പകുതി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തത്. അതുപോലെ ആ ചോറിൻ്റെ മുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയത്തെ മസാലയൊന്നും മുകൾക്ക് പൊന്തി വരാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് 2-3 പീസ് ഇത് അതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഓപ്ഷണലാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ചോറും കൂടെ ഇതിലിട്ടിട്ട് ബാക്കിയുള്ള നെയ്യിൽ വറുത്ത സംഭവങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് അതേപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് ചോറിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലെവൽ ചെയ്തിട്ട് നമുക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചോറിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യും ഒക്കെ എത്തുകയും ചെയ്യും. പിന്നെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ചോറ്. പിന്നെ മെയിനായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് കറക്റ്റായിരിക്കണം, എന്നാൽ തന്നെയാണ് അല്ല വിട്ടിട്ടുള്ള ചോറ് കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം. ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ട് ദമ്മായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ വിട്ടിട്ടാണ് ചോറ് കിടക്കുന്നത്, കട്ട കുത്തിയിട്ടൊന്നുമില്ല കേട്ടോ. പൊതുവേ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ നല്ല ഇങ്ങനെ കട്ട പിടിച്ചിട്ടല്ലേ കാണല്. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസും വല്ലാണ്ട് വെന്തുടഞ്ഞു പോവരുത്, പിന്നെ ചോറും വേവ് അധികമാവരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കിഴങ്ങൊന്നും ഇതിൽ വെന്തിട്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി
ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോളിഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്തത് കുറച്ച് മാറ്റി വെച്ചിരുന്നില്ല, അതൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ സെപ്പറേറ്റ് നമ്മൾ ചിക്കനൊന്നും എടുക്കണമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താണ് ഇതിങ്ങനെ സെപ്പറേറ്റ് എടുത്ത് കഴിക്കാനും ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ചോറ് കണ്ടില്ല, നല്ല വിടർന്ന് തന്നെ നിൽക്കുന്നുണ്ട്, എന്താ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ള കോളിഫ്ലവർ ഇതിൻ്റെ മുകളിലൊരു ഭംഗിക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,